നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ബാങ്ക് എന്ന വാക്കിലെ അക്ഷരങ്ങളെ നമുക്ക് എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിക്കുമ്പം ബി എടുത്ത് നമുക്ക് എവിടെ വേണേലും കൊണ്ടെഴുതാം. എക്കണോമിക്സ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം. അപ്പോൾ ഒരു വാക്ക് എന്നിട്ട് അതിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചാൽ 5 കുടുംബങ്ങളെ എത്ര വിധം തെരഞ്ഞെടുക്കാം. നിങ്ങൾ ഈ വാക്ക് നോക്കി. ഏവർക്കും നമസ്കാരം. എൻട്രി ആപ്പിൻ്റെ സൂപ്പർ ഓവർ സീരീസിലെ 11ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൽകിയ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂടുതൽ ചോദ്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ദിവസത്തെ നോട്ടെങ്കിലും നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും തുടർന്നും നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന പാഠഭാഗത്തിലെ കുറച്ച് നല്ല ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ LDC പോലുള്ള പരീക്ഷകൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. മുൻ വർഷങ്ങളിൽ LDC പോലുള്ള പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങൾ അടങ്ങുന്ന ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ സൂപ്പർ ഓവറിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സൂപ്പർ ഓവർ എപ്പിസോഡ് 11ലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യം എന്തെന്ന് കാണാം. ചോദ്യം ഇങ്ങനെയാണ്: പവർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം? പവർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മക്കളെ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഒരു 4 ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ നിർത്താം, ഒരു 5 ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ നിർത്താം എന്നൊക്കെ നമ്മൾ പഠിച്ച. എടാ, ആ സെയിം സാധനം ഒന്ന് ആലോചിച്ച് നോക്കി. പി എന്ന പേരുള്ള ഒരുത്തൻ, ഒ എന്ന പേരുള്ള ഒരുത്തൻ, W എന്ന പേരുള്ള ഒരുത്തൻ, ഇ എന്ന പേരുള്ള മറ്റൊരുത്തൻ, R എന്ന പേരുള്ള മറ്റൊരുത്തൻ, അങ്ങനെ 5 വ്യത്യസ്ത പേരുള്ള 5 ആളുകൾ. ഇവരെ ഒരു വരിയിൽ എത്ര രീതിയിൽ നിർത്താമെന്ന് ചോദിച്ചാൽ 5 ആളുകളെ ഒരു വരിയിൽ അഥവാ ഒരു നിരയിൽ എത്ര രീതിയിൽ നിർത്താം എന്നല്ലേ ചോദ്യം. അതെ, പവർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചാൽ പി എടുത്ത് എവിടെ വേണേലും എഴുതാം, W എടുത്ത് എവിടെ വേണേലും എഴുതാം, R എടുത്ത് എവിടെ വേണേലും എഴുതാം. ശരിയാണോ എന്ന് പറഞ്ഞ 5 ആളുകളെ ഒരു വരിയിൽ, എന്തായാലും വാക്കിലെ അക്ഷരങ്ങൾ വൃത്തത്തിലൊന്നും ക്രമീകരിക്കാൻ പറ്റത്തില്ല, ഒരു വരിയിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, നമുക്കറിയാം പവർ എന്ന വാക്കിനകത്തിൽ 5 അക്ഷരങ്ങളുണ്ട് എങ്കിൽ 5 ഫാക്ടോറിയൽ, 5ൻ്റെ ഫാക്ടോറിയൽ, ഇതാണ് നമ്മുടെ ഉത്തരം, 5 ഫാക്ടോറിയൽ. ശരി, നമുക്കറിയാം 5ൻ്റെ ഫാക്ടോറിയൽ കാണാൻ ആ സംഖ്യ മുതൽ താഴോട്ട് 1 വരെ 5 ഗുണം 4 ഗുണം 3 ഗുണം 2 ഗുണം 1 നോക്കാം. 5 4 20, 20 3 60, 62 120, 120 × 1 120 എങ്കിൽ പവർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം? കൃത്യമായ അർത്ഥം വരുന്ന രീതിയിലൊന്നുമല്ല, അർത്ഥവത്തായ രീതിയിലുള്ള ക്രമീകരണമല്ല, അർത്ഥം ഒന്നും വരത്തില്ല. ഏതൊക്കെയോ അക്ഷരങ്ങളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി പരമാവധി എത്ര രീതിയിൽ ക്രമീകരിക്കാം, അല്ലാതെ അർത്ഥവത്തായ എത്ര വാക്കുകൾ ഉണ്ടാക്കാം എന്നൊന്നുമല്ല ചോദ്യം. എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരി ഉത്തരം 120. ഓക്കെ, ശരി. അടുത്ത ചോദ്യം ബാങ്ക്. ചോദ്യം അത് തന്നെ. ബാങ്ക് എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം? ഒന്നുമില്ല മക്കളെ, ബാങ്ക് എന്ന് പറഞ്ഞാൽ 4 വ്യത്യസ്ത പേരുകളുള്ള 4 പേര്, 4 വ്യത്യസ്ത പേരുകളുള്ള ബി എന്ന പേരുള്ളവൻ, എ എന്ന പേരുള്ളവൻ, എൻ എന്ന പേരുള്ളവൻ, കെ എന്ന പേരുള്ളവൻ, BANK 4 വ്യത്യസ്ത ആളുകളെ ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു നിരയിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4 ആളുകളെ ഒരു വരിയിൽ, കാര്യം 4 പേരുണ്ടല്ലോ, B ഒരാൾ, A ഒരാൾ, N ഒരാൾ, K ഒരാൾ, അങ്ങനെ 4 വ്യത്യസ്ത പേരുകളുള്ള ഒരു വരിയിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം? നമ്മുടെ ഉത്തരം 4ൻ്റെ ഫാക്ടോറിയൽ. ഒന്നുമില്ല, 4 ഗുണം 3 ഗുണം 2 ഗുണം 1, 4 3 12, 12 2 24, 24 × 1 24. ബാങ്ക് എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരി ഉത്തരം 24. മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അങ്ങനെയെങ്കിൽ LDC പരീക്ഷയിൽ, മുൻകാലങ്ങളിൽ LDC പരീക്ഷയിൽ ചോദിച്ച ഒരു കിടിലൻ ചോദ്യം ഇവിടെ. മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം? അപ്പോൾ അതിനു മുമ്പായിട്ട് മലയാളം എന്ന വാക്കിൻ്റെ പ്രത്യേകത എന്തെന്നാൽ
മലയാളം ഒരു പാലിൻഡ്രോം വേർഡാണെന്ന് മനസ്സിലാക്കണം. പാലിൻഡ്രോം വേർഡ്, പാലിൻഡ്രോം വാക്ക്. എന്താണ് പാലിൻഡ്രോം? തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും ഒരേപോലെ തന്നെ വായിക്കാൻ കഴിയുന്ന വാക്കുകളെ വിളിക്കുന്നവരാണ് പാലിൻഡ്രോം. നമുക്കറിയാം അങ്ങനെയുള്ള സംഖ്യകളുണ്ട്. 121 തിരിച്ചും മറിച്ചും 121 തന്നെ വായിക്കും. അങ്ങനെയുള്ള സംഖ്യകളെ പാലിൻഡ്രോം സംഖ്യകളെന്ന് വിളിക്കും. അങ്ങനെയുള്ള വാക്കുകളെ പാലിൻഡ്രോം വാക്കുകളെന്ന് വിളിക്കും, വേർഡ്സ് എന്ന് വിളിക്കും. അപ്പം മലയാളം ഒരു പാലിൻഡ്രോം വാക്കാണ്. ഇതിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല. കാരണം നമ്മൾ നേരത്തെ പവർ പഠിച്ച് അതുപോലെ ബാങ്ക് ഒക്കെ പഠിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബാങ്ക് എന്ന വാക്കിലെ അക്ഷരങ്ങളെ നമുക്ക് എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിക്കുമ്പം ബി എടുത്ത് നമുക്ക് എവിടെ വേണേലും കൊണ്ടെഴുതാം. ബി എടുത്ത് എയുടെ സ്ഥാനത്ത് എഴുതാം, എന്നിൻ്റെ സ്ഥാനത്ത് എഴുതാം, കെയുടെ സ്ഥാനത്ത് എഴുതാം. അവിടെ എല്ലാം ഓരോരോരോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം ഓരോരോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ മലയാളത്തിനകത്തിലെ ഈ എം എടുത്തുകൊണ്ടൊന്ന് ഞാൻ ഈ എമ്മിൻ്റെ അവിടെ എഴുതിയാൽ, ഈ എം കൊണ്ടൊന്ന് ഞാൻ ഈ എമ്മിൻ്റെ അടുത്ത് എഴുതിയാൽ ഒരു മാറ്റം ഉണ്ടോ? മാറ്റമില്ല. പക്ഷേ ഈ ബി കൊണ്ടൊന്ന് ഞാൻ ഈ കെയുടെ അടുത്ത് എഴുതിയാൽ ഒരു മാറ്റമായി. ഈ എം ഞാൻ കൊണ്ടൊന്ന് ഈ എമ്മിൻ്റെ അടുത്ത് എഴുതിയാൽ ഒരു മാറ്റമില്ല. ശരിയാണോ? അതുപോലെ ഈ എ കൊണ്ടൊന്ന് ഈ എയുടെ അടുത്ത് എഴുതിയാൽ ഒരു മാറ്റമില്ല. ഈ എയുടെ അടുത്ത് എഴുതാം, ഈ എയുടെ അടുത്ത് എഴുതാം, പക്ഷേ പ്രത്യക്ഷത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ മനസ്സിലായി, ഇത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. അഥവാ ഇവിടെ ക്രമീകരണം കുറവായിരിക്കും. കാര്യം ഈ എം കൊണ്ടൊന്ന് ഞാൻ ഈ എമ്മിൻ്റെ അടുത്ത് എഴുതിയാൽ ഒരു മാറ്റമില്ല. അതുപോലെ ഈ എ കൊണ്ടൊന്ന് ഇവിടെ എഴുതിയാലും മാറ്റമില്ല. കാരണം അവിടെ എല്ലാം എ തന്നെയാണ്. ശരിയില്ലയോ? എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ അഥവാ ഇത്തരം വാക്കുകളെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം അങ്ങ് എടുക്കണം. നമുക്കറിയാം മലയാളത്തിനകത്തിൽ എത്ര അക്ഷരമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. മനസ്സിലായി? മലയാളത്തിനകത്തിൽ മൊത്തം 9 അക്ഷരമുണ്ട്. മലയാളം എഴുതാൻ മൊത്തം 9 അക്ഷരമുണ്ട്. ശരിയാണോ? മലയാളത്തിനകത്തിൽ 9 അക്ഷരമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ 9ൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇനി ആവർത്തിക്കുന്ന ഓരോ അക്ഷരങ്ങളും എത്ര തവണ വീതം ആവർത്തിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ശരി, ഇതിനകത്തിൽ എം എന്ന ലെറ്റർ ആവർത്തിക്കുന്നുണ്ട്. എത്ര വട്ടം? 2 വട്ടം. അപ്പോൾ എം 2 എഴുതി. അടുത്ത എ എന്ന ലെറ്റർ ആവർത്തിക്കുന്നുണ്ട്. എ എത്ര വട്ടം? 1, 2, 3, 4 വട്ടം. അപ്പം 4 എഴുതി. അടുത്ത വീണ്ടും എൽ ആവർത്തിക്കുന്നുണ്ട്. എല്ല് 2 വട്ടം. ശരിയാണോ? അപ്പോൾ 2 എഴുതി. എല്ല് 2 വട്ടം. ഇനി ആവർത്തിക്കുന്ന ആരുമില്ല. വൈ 1 വട്ടമുണ്ട്, അത് ആവർത്തിക്കുന്നില്ലല്ലോ. അപ്പോൾ എം മക്കളെ 2 വട്ടം, എ 4 വട്ടം, എല്ല് 2 വട്ടം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ആ ആവർത്തിക്കുന്ന ഓരോ ലെറ്റേഴ്സിൻ്റെയും എണ്ണത്തിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് താഴെ ഗുണിക്കുക. അപ്പോൾ 2ൻ്റെ ഫാക്ടോറിയൽ ഗുണം 4ൻ്റെ ഫാക്ടോറിയൽ ഗുണം വീണ്ടും 2ൻ്റെ ഫാക്ടോറിയൽ എന്ന് വരും. മുകളിൽ ആ കിടക്കുന്ന 9 ലെറ്റേഴ്സ് ഉണ്ട്. ആ 9 ലെറ്റേഴ്സ് അതേപടി എടുക്കുക. അതുകൊണ്ട് 9ൻ്റെ ഫാക്ടോറിയൽ ബൈ ഇവിടെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ചോദ്യങ്ങൾക്കകത്തിലും അക്ഷരങ്ങൾ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് താഴെ ആരെയിട്ട് ഹരിക്കേണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന പക്ഷം ആവർത്തിക്കുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ എടുക്കുക. അവരുടെ ഫാക്ടോറിയൽ കൊണ്ട് മുകളിൽ കിടക്കുന്നവനെ ഹരിക്കണം. അതാണ് നമ്മുടെ ശരി ഉത്തരം. ശരി, നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ 9ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മക്കളെ 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു ശേഷം 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. നമുക്കതിനെ 4ൻ്റെ ഫാക്ടോറിയൽ എന്നങ്ങ് എഴുതാം. ശരിയാണോ? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഞാൻ എന്തുകൊണ്ടാണ് 4ൻ്റെ ഫാക്ടോറിയൽ എന്ന് എഴുതിയതെന്ന് ചോദിച്ചാൽ മക്കളെ താഴെ ഒരു 4ൻ്റെ ഫാക്ടോറിയൽ കിടപ്പുണ്ട്. വലിച്ചു നീട്ടി എഴുതണ്ട. 4, 3, 2, 1 എന്ന് എഴുതണ്ട. ഓക്കെ, ശരി. ഡിവൈഡഡ് ബൈ 2ൻ്റെ ഫാക്ടോറിയൽ എന്നതിനെ 2 ഇൻറ്റു 1 ഇൻറ്റു 4ൻ്റെ ഫാക്ടോറിയൽ ഞാൻ അങ്ങനെ തന്നെ എഴുതുക. കാര്യം മുകളിൽ 4ൻ്റെ ഫാക്ടോറിയൽ കിടപ്പുണ്ട്, വെട്ടിക്കളഞ്ഞാൽ മതി. ഇൻറ്റു 2ൻ്റെ ഫാക്ടോറിയൽ 2 ഇൻറ്റു 1. ശരി, 4ൻ്റെ ഫാക്ടോറിയലും 4ൻ്റെ ഫാക്ടോറിയലും നമ്മൾ വെട്ടിക്കളഞ്ഞു. 2-നകത്ത് 2 ഒരു വട്ടം, മുകളിൽ 8-നകത്തിൽ 2 4 വട്ടം, വീണ്ടും 2-നകത്തിൽ 2 ഒരു വട്ടം, 6-നകത്തിൽ 2 3 വട്ടം. ശരി, ഇനി വെട്ടാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഗുണിച്ചാൽ മാത്രം മതി. നമുക്ക് ഗുണിച്ച് നോക്കാം. ഗുണിക്കുമ്പം നോക്കാം. 5 4
20, 9 7 63, 63 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നോക്കാം, 63 ഇൻറ്റു 3, 3 9, 6 3 18 എന്ന് വരും, 189. ഓക്കെ, ഒരു 7 കൂടെ. അപ്പം 5 ഗുണം 4 20, 9 7 63, 9 7 63, 63 ഇൻറ്റു 3 189, 189 ഇൻറ്റു 20, 2. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കാം. 9 2 18 8 ശിഷ്ടം 1, 8 2 16 1 17 7 ശിഷ്ടം 1, 2 1 3, 3780 എന്ന് വരും. 3780. മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ 3780 രീതിയിൽ ക്രമീകരിക്കാം. 3780 രീതിയിൽ ക്രമീകരിക്കാം. മനസ്സിലായോ? മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ 3780 രീതിയിൽ ക്രമീകരിക്കാം. ഒരു മുൻവർഷ LDC ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നോക്ക്. എക്കണോമിക്സ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ എത്ര രീതിയിൽ ക്രമീകരിക്കാം? എക്കണോമിക്സ്. ശരി, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്കണോമിക്സിനകത്തിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9, മൊത്തം 9 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്? 9 ഫാക്ടോറിയൽ അങ്ങെടുക്കണം. 9ൻ്റെ ഫാക്ടോറിയൽ. ഇനി നിങ്ങൾ നോക്കണം ആരെങ്കിലുമൊക്കെ ആവർത്തിക്കുന്നുണ്ടോ എന്ന്. ആരെങ്കിലുമൊക്കെ ആവർത്തിക്കുന്നുണ്ടോ? ഉണ്ട് മക്കളെ. ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഹരിക്കണം. ആവർത്തിക്കുന്നില്ലായിരുന്നെങ്കിൽ, ഒരുത്തൻ പോലും ആവർത്തിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ 9 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതാ ഉത്തരം. നമ്മൾ ആദ്യ 2 ചോദ്യത്തിൽ കണ്ടതാണ്. ഇവിടെ ആവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആവർത്തിക്കുന്നുള്ള ആൾക്കാർ എണ്ണം എടുക്കണം. നമുക്ക് മനസ്സിലായി സി ആവർത്തിക്കുന്നുണ്ട്. ശരിയാണോ? സി ആവർത്തിക്കുന്നുണ്ട്. എത്ര വട്ടം? 2 വട്ടം. സി 2 വട്ടം ആവർത്തിക്കുന്നു. അടുത്ത ഓ ആവർത്തിക്കുന്നുണ്ട്. ഓ എത്ര വട്ടം? 1 2 വട്ടം. ഓ 2 വട്ടം. ശരി, ഇനി ആരെങ്കിലും ആവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇ ആവർത്തിക്കുന്നില്ല, എൻ ആവർത്തിക്കുന്നില്ല, എം ആവർത്തിക്കുന്നില്ല, ഐ ആവർത്തിക്കുന്നില്ല, എസ് ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആവർത്തിക്കുന്ന 2 പേര് സി 2 വട്ടം, അതുകൊണ്ട് 2ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു ഓ 2 വട്ടം, അതുകൊണ്ട് 2ൻ്റെ ഫാക്ടോറിയൽ. ശരി, നമുക്ക് നോക്കാം. 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പകരം ഞാൻ 2ൻ്റെ ഫാക്ടോറിയൽ എന്നങ്ങ് എഴുതുക. ഡിവൈഡഡ് ബൈ 2ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 2 ഇൻറ്റു 1. കാര്യം ഒരു 2ൻ്റെ ഫാക്ടോറിയൽ ഞാൻ അങ്ങനെ തന്നെ എഴുതി, 2ൻ്റെ ഫാക്ടോറിയൽ എന്ന്. പിന്നെ ഈ 2ൻ്റെ ഫാക്ടോറിയലിനെ ഞാൻ 2 ഇൻറ്റു 1 എഴുതി. ഓക്കെ ഇല്ലയോ? ശരി, അപ്പോൾ 2ൻ്റെ ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. 2-നകത്ത് 2 ഒരു വട്ടം, 4-നകത്ത് 2 വട്ടം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഗുണിച്ചാൽ മാത്രം മതി. നമുക്ക് നോക്കാം. 9 7 63. ശരിയില്ലയോ? 9 7 63. 63 ഇൻറ്റു 3 നമ്മൾ നേരത്തെ കണ്ട 189. 63 ഇൻറ്റു 3 189 അല്ലേ? 189. 9 7 63. 63 ഇൻറ്റു 3 189. ശേഷം 189 5 ഇൻറ്റു 2 നമുക്കറിയാം 10. 5 ഇൻറ്റു 2 10. അവിടെ ഇരിക്കട്ടെ. 5 ഇൻറ്റു 2 10. 6 8 48. 48 ഗുണിക്കാം. 48 ഗുണിക്കുമ്പം 8 9 72 2 ശിഷ്ടം 7. 8 8 64. 64ഉം 7ഉം 71. ശിഷ്ടം 7. 1 8 8. 1 8 8. 8ഉം 2ഉം 10ഉം 5ഉം 15 എന്ന് വരും. ഓക്കെ. 9 4 36 6 ശിഷ്ടം 3. 8 4 32ഉം 3ഉം 35 5 ശിഷ്ടം വീണ്ടും 3. 1 4 4 4 3 7. നോക്കാം. 2 6 1 7 5 5 10 0 ശിഷ്ടം 1 7 1 8 8 1 9. 90 72 എന്ന് വരും. 90 72. ഓക്കെ. 90 72 പിന്നൊരു 0 കൂടെ. കാര്യം 5 2 10. 90,720. 90,720. എക്കണോമിക്സ് എന്ന വാക്കിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ 90,720. ഗുണിച്ചെല്ലാം ശരിയാണെന്ന് തോന്നുന്നു.
അപ്പോൾ 9 × 8 × 7 × 6 × 5 × 2 × 3 ചെയ്താൽ 90,720 എന്ന് വരും. അപ്പോൾ എക്കണോമിക്സ് എന്ന വാക്കിലെ അക്ഷരങ്ങളെ ഇത്രയും രീതിയിൽ ക്രമീകരിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഒരു വാക്ക് തന്നിട്ട് അതിലെ അക്ഷരങ്ങളെ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ ഇത്ര രീതിയിൽ ക്രമീകരിക്കാം. ക്ലിയർ? ശരി, നമുക്ക് അടുത്തൊരു മേഖലയിലോട്ട് പോകാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. നിങ്ങളെ കഴിഞ്ഞ തവണ LDCക്ക് 5 ആളുകളെ ഒരു വൃത്തത്തിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചതുപോലെ, മുൻ വർഷങ്ങളിൽ 5 ആളുകളെ ഒരു വരിയിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചതുപോലെ ഇനി ചോദിക്കും 10 ആളുകളിൽ നിന്നും 4 ആളുകളെ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം. എടാ, 10 ആളുകളിൽ നിന്നും 4 ആളുകളെ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം. അതുപോലെ 10 ആളുകളിൽ നിന്നും അല്ലെങ്കിൽ 10 ആളുകളെ 4 സീറ്റുകളിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നും ചോദിക്കും. അപ്പം 2 രീതിയിൽ ചോദ്യം ചോദിക്കും. മക്കളെ, ചോദ്യം ഇങ്ങനെ, അതായത് 6 ആളുകളെ, ഉദാഹരണം 1, 2, 3 എന്നിങ്ങനെ 1, 2, 3, 4 എന്നിങ്ങനെ 4 പേരുണ്ടെന്നിരിക്കട്ടെ. ഇവരിൽ നിന്നും എനിക്കൊരു 3 പേരെ സെലക്ട് ചെയ്യണം. അത് ഏതൊക്കെ രീതിയിൽ സാധിക്കുമെന്ന് വെച്ചാൽ 1, 2, 3 എന്ന സെലക്ഷൻ നടക്കും. ശരിയല്ലയോ? പിന്നെ എനിക്ക് 1, 3, 2 എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുമോ? എടാ, 3 ആളുകളാ. ഇവരെ ഞാൻ 1ാമത്തവനെയും വിളിച്ച്, 2ാമത്തവനെയും വിളിച്ച്, 3ാമത്തവനെയും വിളിച്ച്. ഇനി ഞാൻ പോയി 3ാമത്തവനെയും വിളിച്ച്, 2ാമത്തവനെയും വിളിച്ച്, 1ാമത്തവനെയും വിളിച്ചാലും അത് ഒരു സെലക്ഷൻ തന്നെ അല്ലയോ? കാര്യം ഇവന്മാരെ ഇനി സെലക്ട് ചെയ്താണ്ട് ഒരു തവണ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവന്മാരെ 3 പേരെയും കൂടെ. എന്നാൽ 1, 2, 3, 4 ഇവരെ എനിക്ക് 3 പേരെ 3 സീറ്റിൽ അറേഞ്ച് ചെയ്യണം. എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ എനിക്ക് 1, 2, 3 എന്ന് ക്രമീകരിക്കാം. 1, 3, 2 എന്ന് ക്രമീകരിക്കാം. 3, 1, 2, 3, 2, 1 എന്നിങ്ങനെ പല രീതിയിൽ ക്രമീകരിക്കാം. പക്ഷേ 1, 2, 3, 4 എന്നീ പേരിൽ നിന്നും 3 പേരെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ 1, 2, 3. അപ്പോൾ ഇവരെ ഇനി 1, 3, 2 എന്ന് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? എടാ, സെലക്ഷൻ കുറവാണ്, എന്നാൽ ക്രമീകരണം കൂടുതലാണ്. അപ്പം എനിക്ക് ഇനി വിളിക്കാൻ പറ്റും 1, 3, 4 എന്നിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ 1, 2, 4 എന്നിങ്ങനെ സെലക്ട് ചെയ്യാം. അതേപോലെ ഇനി സെലക്ഷൻ വളരെ കുറവാണ് അല്ലേ? അതേപോലെ 2, 3, 4 എന്ന് സെലക്ട് ചെയ്യാം. 2, 3, 4, 2, 1, 4 സെലക്ഷൻ കുറവാണ്, പക്ഷേ ക്രമീകരണം കൂടുതലാണ്. കാര്യം മക്കളെ, 1, 2, 3, 4 എന്നിങ്ങനെ ആൾക്കാരിൽ നിന്നും 3 പേരെ എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചാൽ 1, 2, 3 എന്ന് ക്രമീകരിക്കാം, 1, 3, 2 എന്ന് ക്രമീകരിക്കാം, 3, 1, 2 എന്ന് ക്രമീകരിക്കാം. ക്രമീകരണം വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്ക്. ക്രമീകരിക്കാൻ നമുക്ക് ഒരുപാട് രീതിയിൽ പറ്റും. പക്ഷേ സെലക്ട് ചെയ്താൽ, ഒരു 3 പേരെ സെലക്ട് ചെയ്താൽ പിന്നെ അവരെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സെലക്ഷൻ കുറവാണ്. അപ്പം നിങ്ങൾ പഠിക്കേണ്ട 2 കാര്യങ്ങൾ ഇതാണ്. N ആളുകളിൽ നിന്നും മക്കളെ, N ആളുകളിൽ നിന്നും 6 ആളുകളെ, സ്മോൾ ലെറ്റർ R ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം, 6 ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് ചോദിച്ചാൽ, N ആളുകളിൽ നിന്നും 6 ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം ഇങ്ങനെയാണ്: N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. വളരെ ഇച്ചിരി കട്ടി സൂത്രവാക്യമാണ്, എങ്കിലും പഠിച്ചേ മതിയാകൂ. N ആളുകളിൽ നിന്നും 6 ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം, മകളെ പ്രത്യേകിച്ച് ആ വാക്കങ്ങ് നോട്ട് ചെയ്യണം. തിരഞ്ഞെടുക്കുന്ന വിധം, തിരഞ്ഞെടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. ഒന്നുകൂടെ, N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. ഒന്നുകൂടെ, N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. ഒന്നുകൂടെ, N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ ഇൻറ്റു N മൈനസ് R ഫാക്ടോറിയൽ. മനസ്സിലായോ? എന്നാൽ ചോദ്യം ഇങ്ങനെ: N ആളുകളിൽ നിന്നും മക്കളെ, N ആളുകളിൽ നിന്നും
ആറ് ആളുകളെ ക്രമീകരിക്കുന്ന വിധം, ആറ് ആളുകളെ ക്രമീകരിക്കുന്ന വിധം, ക്രമീകരിക്കുന്ന വിധം അത് ഇങ്ങനെയാണ്: n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അത്രയേ ഉള്ളൂ. എടാ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. എടാ ഇവിടെ n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ്. അവിടെ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ, n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. എടാ ഇവിടുത്തെ ആർ ഫാക്ടോറിയൽ ഇല്ലാതെ അവിടെ പറഞ്ഞാൽ മതി. അപ്പം ഇതാ ഒന്നുമില്ല, നിങ്ങൾ ഈ രണ്ട് വാക്കുകൾ അങ്ങ് നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. രണ്ട് വാക്കുകൾ ഇതാണ്. ഏതാ? ക്രമീകരണവും സെലക്ഷനും. എടാ n ആളുകളിൽ നിന്നും 6 ആളുകളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന വിധം n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു, ഞാൻ പറഞ്ഞല്ലോ സെലക്ഷൻ കുറവാണ്, അതുകൊണ്ട് കൂടുതൽ വലിയ സംഖ്യ ഇട്ട് ഹരിക്കണം. സെലക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ ക്രമീകരിക്കുന്ന വിധം n ആളുകളിൽ നിന്നും 6 ആളുകളെ ക്രമീകരിക്കുന്ന വിധം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ ക്രമീകരണം n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ക്രമീകരണം വളരെ കൂടുതലാണ്, അതുകൊണ്ട് ചെറിയ സംഖ്യ വെച്ച് ഹരിച്ചാൽ മതി. എന്നാൽ ഇവിടെ ആർ ഫാക്ടോറിയൽ ഇട്ട് ഹരിക്കണം, n മൈനസ് ആർ ഫാക്ടോറിയൽ ഇട്ട് ഹരിക്കണം, വലിയ സംഖ്യ ഇട്ട് ഹരിക്കണം. അതുകൊണ്ട് സെലക്ഷൻ കുറവാണെന്ന് മനസ്സിലാക്കുക. സെലക്ഷൻ കുറവാണ്. അപ്പോൾ ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്ന വിധം, n ആളുകളിൽ നിന്നും 6 ആളുകളെ സെലക്ട് ചെയ്യുന്ന വിധം n ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. n ആളുകളിൽ നിന്നും 6 ആളുകളെ തിരഞ്ഞെടുക്കുന്ന വിധം, ക്രമീകരിക്കുന്ന വിധം, n ആളുകളിൽ നിന്നും 6 ആളുകളെ ക്രമീകരിക്കുന്ന വിധം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ശരി, ഇത്തരം ചോദ്യങ്ങൾ PSC എങ്ങനെ ചോദിക്കും എന്ന് കണ്ടാലോ? വാ. ഒരു ഇൻ്റർവ്യൂവിൽ ഒരേപോലെ യോഗ്യരായ 8 പേരുണ്ട്. കമ്പനിക്ക് തൽക്കാലം 3 പേരെ മാത്രമേ നിയമിക്കേണ്ടൂ എങ്കിൽ എത്ര വിധം തിരഞ്ഞെടുക്കാം? ഒരിക്കൽ കൂടെ, ഒരു കമ്പനിയിൽ ഒരേപോലെ യോഗ്യരായ, ഇൻ്റർവ്യൂവിൽ ഒരേപോലെ യോഗ്യരായ 8 പേരുണ്ട്. എന്നാൽ കമ്പനിക്ക് തൽക്കാലം 3 പേരെ മാത്രമേ ആവശ്യമുള്ളൂ. എടാ ഒരേപോലെ യോഗ്യരായ 8 പേരുണ്ട്, പക്ഷേ കമ്പനിക്ക് തൽക്കാലം 3 പേരെ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ എത്ര വിധം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം? എടാ എത്ര വിധം തിരഞ്ഞെടുക്കാം എന്നാ ചോദിക്കുന്നത്. 8 പേരിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുക്കുന്ന വിധം, 8 പേരിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുക്കുന്ന വിധം, 8 പേരിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുപ്പ്, സെലക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ സെലക്ഷൻ വളരെ കുറവാണ്, സെലക്ഷൻ എണ്ണം കുറവാണ്. അപ്പോൾ നമ്മുടെ സമവാക്യം എന്തിരുന്നു മക്കളെ? നമ്മുടെ സമവാക്യം ഇങ്ങനെയായിരുന്നു. ദാ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. ശരിയാണോ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. ശരി, n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 8 പേര്, n ആളുകളിൽ നിന്നും 6 ആളുകളെ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യേണ്ടത് 3 പേരെ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 8ൻ്റെ ഫാക്ടോറിയൽ ആണോ? ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 3 ഇവിടെ, 3ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 3, 5, 5ൻ്റെ ഫാക്ടോറിയൽ എന്നെഴുതാം. ശരിയാണോ? ശരി, നമുക്ക് നോക്കാം. 8ൻ്റെ ഫാക്ടോറിയൽ എന്നതിനെ 8 ഗുണം 7 ഗുണം 6 ഗുണം, മക്കളെ ഇനി അങ്ങോട്ട് എഴുതണോ? ഇനി അങ്ങോട്ട് 5 ഗുണം 4 ഗുണം 3 ഗുണം 2 ഗുണം 1 വരും. താഴെയും കിടപ്പുണ്ട് 5 ഗുണം 4 ഗുണം 3 ഗുണം 2 ഗുണം 1. അപ്പോൾ നമുക്ക് 5ൻ്റെ ഫാക്ടോറിയൽ എന്നങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? ഡിവൈഡഡ് ബൈ താഴെ ഒരു 3ൻ്റെ ഫാക്ടോറിയൽ ഉണ്ട്. അപ്പം 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു താഴെയും 5ൻ്റെ ഫാക്ടോറിയൽ. ശരി, 5ൻ്റെ ഫാക്ടോറിയലും വെട്ടിപ്പോയി. ഇനി വെട്ടിക്കളയാം. 3-നകത്ത് 3 ഒരു വട്ടം, 6-നകത്ത് 2 വട്ടം, 2-നകത്ത് 2 ഒരു വട്ടം, ഈ 2-നകത്ത് 1 വട്ടം. ഓക്കെ, ദാ 7 8 56 എന്ന് വരും. 7 8 56 എങ്കിൽ ഇവിടെ 56 രീതിയിൽ തിരഞ്ഞെടുക്കാം. 8 പേരിൽ നിന്നും 3 ആളുകളെ 56 രീതിയിൽ തിരഞ്ഞെടുക്കാം. മനസ്സിലായോ? അപ്പോൾ 8 പേരിൽ നിന്നും 3 പേരെ എത്ര വിധത്തിൽ തിരഞ്ഞെടുക്കാം? 56 വിധത്തിൽ തിരഞ്ഞെടുക്കാം. മനസ്സിലായോ? വരാൻ പോകുന്ന LDC പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ ഇവയാകാം. അപ്പം വിട്ട് കളയരുത്. ഓക്കെ, അടുത്ത ചോദ്യം. 6 ആൺകുട്ടികളിൽ നിന്നും
4 ആൺകുട്ടികളെ എത്ര വിധം തിരഞ്ഞെടുക്കാം? 6 ആൺകുട്ടികളിൽ നിന്നും 4 ആൺകുട്ടികളെ എത്ര വിധം തിരഞ്ഞെടുക്കാം? എടാ 6 ആൺകുട്ടികളിൽ നിന്നും 4 ആൺകുട്ടികളെ എത്ര വിധം തിരഞ്ഞെടുക്കാം സെലക്ട് ചെയ്യാം എന്നാ ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചല്ലോ മക്കളെ, n ആളുകളിൽ നിന്നും 6 ആളുകളെ സെലക്ട് ചെയ്യുന്ന എങ്ങനെ? n ആളുകളിൽ നിന്നും 6 ആളുകളെ സെലക്ട് ചെയ്യുന്ന വിധം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ശരിയാണോ? ശരി. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 6 കുട്ടികൾ, ആകെയുള്ള കുട്ടികൾ 6 കുട്ടികൾ. അപ്പോൾ 6ൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ r എത്ര പേരെ തിരഞ്ഞെടുക്കണമെന്ന്? 4 പേരെ. അപ്പം 4ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഫാക്ടോറിയൽ എന്ന് വരും. ശരി, വില കൊടുക്കാം. 6ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ മക്കളെ 6 ഇൻറ്റു 5 ഇൻറ്റു ബാക്കി അങ്ങോട്ട് എഴുതണോ? വേണ്ട. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇനി വരും. താഴെ കിടപ്പുണ്ട് മക്കളെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. കാര്യം 4ൻ്റെ ഫാക്ടോറിയൽ താഴെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ ഇനി 4ൻ്റെ ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ താഴെയും ഒരു 4ൻ്റെ ഫാക്ടോറിയൽ ഉണ്ട് ഇൻറ്റു മക്കളെ 2ൻ്റെ ഫാക്ടോറിയൽ 2 ഇൻറ്റു 1. 4ൻ്റെ ഫാക്ടോറിയലും 4ൻ്റെ ഫാക്ടോറിയലും വെട്ടിക്കളയാം. 2-നകത്ത് 2 ഒരു വട്ടം, 6-നകത്ത് 3 വട്ടം. 5 ഗുണം 3 15. എങ്കിൽ 6 ആൺകുട്ടികളിൽ നിന്നും 4 ആൺകുട്ടികളെ 15 രീതിയിൽ മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. 6 ആൺകുട്ടികളിൽ നിന്നും 4 ആൺകുട്ടികളെ നമുക്ക് ആവശ്യമെങ്കിൽ അവരെ തിരഞ്ഞെടുക്കാൻ 15 രീതിയിൽ സാധിക്കും. മനസ്സിലായോ? ക്ലിയർ അല്ലയോ? ശരി, അടുത്ത ചോദ്യം. 10 കുടുംബങ്ങളിൽ നിന്നും 5 കുടുംബങ്ങളെ എത്ര വിധം തിരഞ്ഞെടുക്കാം? 10 കുടുംബങ്ങളിൽ നിന്നും 5 കുടുംബങ്ങളെ എത്ര വിധം തിരഞ്ഞെടുക്കാം? നിങ്ങൾ ഈ വാക്ക് നോക്കി. എത്ര വിധം തിരഞ്ഞെടുക്കാം? തിരഞ്ഞെടുപ്പ്, സെലക്ഷൻ. മക്കളെ സെലക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ? തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സെലക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സെലക്ഷൻ എപ്പോൾ ചോദിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, n ആളുകളിൽ നിന്നും 6 ആളുകളെ സെലക്ട് ചെയ്യുന്ന വിധം. n ആളുകളിൽ നിന്നും 6 ആളുകളെ സെലക്ട് ചെയ്യുന്ന വിധം n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ 5ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ വീണ്ടും 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് വരും. ശരി, വില കൊടുക്കുമ്പം 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു ഇനി താഴെ ഒരു 5ൻ്റെ ഫാക്ടോറിയൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനിയുള്ളതിനെ നമുക്ക് 5ൻ്റെ ഫാക്ടോറിയൽ എന്നങ്ങ് എഴുതാം. ഓക്കെ. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു ഒരു 5ൻ്റെ ഫാക്ടോറിയൽ. ശരി, 5ൻ്റെ ഫാക്ടോറിയലും 5ൻ്റെ ഫാക്ടോറിയലും വെട്ടിക്കളഞ്ഞു. ഓക്കെ ആണോ? 5-നകത്ത് 5 ഒരു വട്ടം, 10-നകത്ത് 2 വട്ടം, 4-നകത്ത് 4 ഒരു വട്ടം, 8-നകത്ത് 2 വട്ടം, 3-നകത്ത് 3 ഒരു വട്ടം, 6-നകത്ത് 2 വട്ടം, 2-നകത്ത് 2 ഒരു വട്ടം, ഈ 2-നകത്തിലും ഒരു വട്ടം. ഇനി വെട്ടാനൊന്നുമില്ല. 9-7 63. 63 ഇൻറ്റു ഈ 2 4. 63 ഇൻറ്റു 4 ചെയ്താൽ മതി. നോക്കാം. 63 ഗുണം 4. 4 3 12 ശിഷ്ടം 1. 6 4 24 1 25. 252 വരും. അതായത് 252 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? 10 കുടുംബങ്ങളിൽ നിന്നും 5 കുടുംബങ്ങളെ 252 രീതിയിൽ തിരഞ്ഞെടുക്കാം. ക്ലിയർ? ഓക്കെ ആണെന്ന് കരുതട്ടെ. അടുത്ത ചോദ്യം നോക്കാം. ശരി, നമുക്ക് അടുത്ത മേഖലയിലോട്ട് പോകാം. 6 ആളുകളെ 4 കസേരകളിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം? ക്രമീകരണം, സെലക്ഷൻ അല്ല മക്കളെ. 6 പേരിൽ നിന്ന് 4 പേരെ നമ്മൾ സെലക്ട് ചെയ്താൽ അവരെ പിന്നെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ 6 പേരിൽ നിന്ന് ഒരു 4 പേരെ വിളിച്ചിട്ട് നമുക്ക് കസേരകളിലിരുത്താൻ പല 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 രീതിയിൽ പറ്റും. ശരിയാണോ? 4 പേരെ തന്നെ പല രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ക്രമീകരണം വേറെ, സെലക്ഷൻ വേറെ. മനസ്സിലായോ? അപ്പം മനസ്സിലായി. 6 ആളുകളെ 4 കസേരകളിൽ എത്ര വിധത്തിൽ ക്രമീകരിക്കാം? ക്രമീകരണമാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പഠിച്ചതാ n ആളുകളിൽ നിന്നും 6 ആളുകളെ എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അത്രയേ ഉള്ളൂ. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
എൻ മൈനസ് ആർ ഫാക്ടോറിയൽ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഒന്നുകൂടെ പറ, എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. നിങ്ങളിത് മറന്നു പോകാതിരിക്കുന്ന കാലത്തോളം വരെയും കൈവെള്ളയിൽ എഴുതി കൊണ്ട് നടക്ക്. ക്രമീകരണം ഇന്നത്, സെലക്ഷൻ ഇന്നത് എന്ന് കൈവെള്ളയിൽ എഴുതി സ്ഥിരം കണ്ട് നമ്മളങ്ങ് പഠിക്കും. ഞാൻ എപ്പോഴും പറയുന്നത്, കൈവെള്ളയിൽ എഴുതി കൊണ്ട് നടക്ക് പാടുള്ള കാര്യങ്ങൾ. നമ്മുടെ മൊബൈൽ സ്ക്രീൻ ഫോട്ടോ എടുത്ത് മൊബൈൽ സ്ക്രീനിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യും. പഠിക്കാൻ ഒട്ടേറെ മാർഗ്ഗമുണ്ട്. നിങ്ങളിത് മറന്നു പോകാതിരിക്കുന്ന കാലത്തോളം വരെയും നിങ്ങളുടെ കൈവെള്ളയിൽ എഴുതി കൊണ്ട് നടക്കുക. കണ്ട് നമ്മൾ പരിചയപ്പെട്ടോളും. നമ്മൾ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്ന് നമ്മൾ എപ്പോഴും വായിച്ചിട്ടാണോ? അല്ല, ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേട്ട് ചിരപരിചിതമായതാ. അതുകൊണ്ട് ഇനി ഒരു കാലത്ത് മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറക്കാതിരിക്കുന്ന കാലത്തോളം വരെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് പോത്തില്ല. ശരി, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ n എന്ന് പറഞ്ഞാൽ മക്കളെ 6. 6ൻ്റെ ഫാക്ടോറിയൽ ബൈ 6 - 4. 6 - 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഫാക്ടോറിയൽ എന്ന് വരും. ശരി, വില കൊടുക്കാം. 6ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 × 5 × 4 × 3 × 2ൻ്റെ ഫാക്ടോറിയൽ എന്നെഴുതാം. താഴെയും ഒരു 2ൻ്റെ ഫാക്ടോറിയൽ ഉണ്ട്. ശരിയാണോ? താഴെയും 2ൻ്റെ ഫാക്ടോറിയൽ വെട്ടിക്കളഞ്ഞു. പിന്നുള്ളത് 5 × 4 = 20, 6 × 3 = 18. 18 × 20 എന്ന് പറഞ്ഞാൽ 36, 360. ശരി, ഉത്തരം 360. 6 ആളുകളെ 4 കസേരകളിൽ 360 രീതിയിൽ ഇരുത്താൻ സാധിക്കും. ഓക്കെ, അടുത്തത് 8 പെൺകുട്ടികളെ 6 ഇരിപ്പിടങ്ങളിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം? 8 പെൺകുട്ടികളെ 6 ഇരിപ്പിടങ്ങളിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാം? സെലക്ട് ചെയ്യാം എന്നല്ല, ഇരിപ്പിടങ്ങളിൽ സെലക്ട് ചെയ്യുമല്ലോ, ക്രമീകരിക്കുക. എത്ര രീതിയിൽ ക്രമീകരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പം n ആളുകളെ 6 വിധത്തിൽ ക്രമീകരിക്കുന്ന വിധം കണ്ടോ? n ആളുകളെ 6 വിധത്തിൽ ക്രമീകരിക്കുന്ന വിധം നമുക്കറിയാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന n എന്ന് പറഞ്ഞാൽ മക്കളെ ഇവിടെ 8, 8ൻ്റെ ഫാക്ടോറിയൽ ബൈ 8 - 6 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഫാക്ടോറിയൽ എന്ന് വരും. ശരി, ഇനി വില കൊടുക്കാം. അപ്പോൾ 8 × 7 × 6 × 5 × 4 × 3 × 2ൻ്റെ ഫാക്ടോറിയൽ. താഴെയും ഒരു 2ൻ്റെ ഫാക്ടോറിയൽ വെട്ടിക്കളയാം. ശരി, ഇനി എന്താ വരും? 5 × 4 = 20, 7 × 8 = 56, 56 × 18 നോക്കാം. 56 × 18, 56 × 18, 6 × 3 = 18 ആണ്. 56 × 2, 6 × 8 = 48, ശിഷ്ടം 4, 8 × 5 = 40, 44, 1 6 6, 1 5 5 നോക്കാം. 8, 6 4 10 0, ശിഷ്ടം 1, 5 4 9 1 10, 1008 എന്ന് വരും. അപ്പം 2016 എന്ന് വരും. 2016 ഒരു 0, 20,160. 8 പെൺകുട്ടികളെ 6 ഇരിപ്പിടങ്ങളിൽ എത്ര രീതിയിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചാൽ 20,160, 20,160 രീതിയിൽ ക്രമീകരിക്കാം. 20,160 രീതിയിൽ ക്രമീകരിക്കാം. മനസ്സിലായോ? എളുപ്പമല്ലേ? ശരി, ഒരു ചോദ്യം കൂടെ നോക്കാം. 3 ആളുകളെ 2 സീറ്റുകളിൽ എത്ര രീതിയിൽ ഇരുത്താം? മകളെ, ഇരുത്താം എന്ന് ചോദിച്ചാൽ ക്രമീകരിക്കാമെന്ന. ശരിയാണോ? എടാ, ഇരുത്താം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നിർത്താം എന്നൊക്കെ ചോദിച്ചാൽ ക്രമീകരണം. ഇരുത്താം, നിർത്താം എന്നൊക്കെ ചോദിച്ചാൽ ക്രമീകരണമാണ്. അപ്പം മനസ്സിലായി. n ആളുകളെ 6 വിധത്തിൽ ക്രമീകരിക്കുന്ന വിധം നമുക്കറിയാം. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മക്കളെ. 3ൻ്റെ ഫാക്ടോറിയൽ ബൈ 3 - 2 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഫാക്ടോറിയൽ. ശരി, വില കൊടുക്കാം. 3 × 2 × 1 ബൈ 1ൻ്റെ ഫാക്ടോറിയൽ 1. ശരി, വെട്ടാനൊന്നുമില്ല. 3 × 2 ഉത്തരം 6. 3 ആളുകളെ 2 സീറ്റുകളിൽ എത്ര വിധത്തിൽ ക്രമീകരിക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരി ഉത്തരം 6 എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മുടെ സൂപ്പർ ഓവറിൽ ഒരു 10 ബോളുകളാണ് ഞാൻ പറഞ്ഞു. 10 ബോളുകൾ നിങ്ങൾക്ക് എത്ര ബോളുകൾ ഹിറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എത്ര ബോളുകൾ അടിച്ച് 6 അടിക്കാൻ പറ്റി തുടങ്ങിയ എല്ലാ കമൻറ്റുകളും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ആവശ്യമാണ്.
അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ എൻ്റെ പ്രചോദനം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത സൂപ്പർ ഓവറിൻ്റെ 12ാമത്തെ എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം വിശാഖ് പാവുമ്പ.